ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ സുകുമാരൻ മണി, സ്വാഗതമാശംസ ശ്രീ PC ഹരീഷ്, വേദിയിലുള്ള ബഹുമാന്യരായ സംപൂജ്യനായ സ്വാമി വിശാലന്ദ, ബഹുമാനായ ഡോക്ടർ VP ഷുഹൈബ് മൗലവി, ഗുരുക്കന്മാരുടെ ഗുരുനാഥനായ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് ഓണക്കൂർ, കാവ്യ കേരളത്തിൻ്റെ അഭിമാനമായ പ്രതിഭാശാലിയായ കവി ശ്രീ പ്രഭാവർമ്മ, ശ്രീ TV ശൈലേന്ദ്രകുമാർ, ബഹുമാനായ ശ്രീ C ദിവാകരൻ മുൻ മന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സഹോദരീ സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കലാകൗമുദിയുടെ 50ാം വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിലല്ല, ഞാൻ കലാകൗമുദിയുടെ ഒരു വായനക്കാരൻ എന്ന രൂപത്തിലാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ കലാകൗമുദി ഇറങ്ങുന്നത് തലേദിവസം ഓർത്ത് കിടന്ന് ഇറങ്ങുമ്പോൾ രാവിലെ ആദ്യം പോയി വാങ്ങി വായിക്കുന്നതിൽ ഒരാൾ കലാകൗമുദിയുടെ ഒരു വായനക്കാരൻ എന്ന രൂപത്തിൽ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അത്രത്തോളം വിഭവങ്ങളായിരുന്നു കലാകൗമുദി വീക്കിലിൽ ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നത്. അന്ന് ജയചന്ദ്രൻ നായരായിരുന്നു അതിൻ്റെ ഒരു ചുമതലക്കാരൻ ഓർക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന പ്രതിഭാശാലിയായ കവി പ്രഭാവർമ്മയും G ശങ്കരക്കുറുപ്പും, അതേപോലെ തന്നെ ONV കടമ്പനിട്ടയും, ഇങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരായ കാവ്യ കേരളത്തിൻ്റെ അഭിമാന താരങ്ങളെല്ലാം കാവ്യ പ്രപഞ്ചം കൊണ്ട് കലാകൗമുദിയെ സമ്പുഷ്ടമാക്കി. സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ക്രിയാത്മകമായ പ്രതികരണം രേഖപ്പെടുത്തുന്ന തരത്തിൽ C നാരായണപിള്ളയെ പോലുള്ള ആളുകളുടെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചാൽ അപ്പോൾ ചില പ്രയോഗങ്ങൾ അസ്ത്രങ്ങളുടെ മൂർച്ചയുള്ള പദങ്ങളായിരുന്നു അന്ന് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത്. അതുപോലെ സാഹിത്യവാരഫലം കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ശ്രീ M കൃഷ്ണൻ നായർ, ഓരോന്നിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു വാചകത്തിലുള്ള ഒരു പ്രതികരണം എത്ര അർത്ഥസമ്പുഷ്ടമായിരിക്കുമായിരുന്നു എന്ന കാര്യം അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. അതേപോലെ OV വിജയൻ്റെ പ്രത്യേക പങ്ക്തി, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ സാംസ്കാരിക ലോകത്തെ പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ എത്രയോ ഉന്നതന്മാരായിരുന്നു അന്ന് കലാകൗമുദിയിൽ അണിനിരന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കലാകൗമുദി വായിക്കുന്ന ഒരാൾക്ക് ആ ആഴ്ചയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പൊതുപ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള അവസരം, അത് സൃഷ്ടിപരമായ വിമർശനങ്ങൾ ഉയർത്തേണ്ടത് ആ രൂപത്തിൽ, ക്രിയാത്മകമായ അഭിപ്രായങ്ങളോട് കൂടിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട ആ രൂപത്തിൽ, പുതിയ ആശയപ്രവചനങ്ങൾ തീർക്കുന്നത് ആ രൂപത്തിലെല്ലാം നമുക്ക് കലാകൗമുദി അന്നൊരു നല്ല വിരുന്നായിരുന്നു. എന്നെ സംബന്ധിച്ചോളം വായനാ രംഗത്ത് ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ കലാകൗമുദിയായിരുന്നു ആ കാലഘട്ടത്തിൽ വായിച്ച് ആസ്വദിച്ചത്. ഇപ്പോൾ ഒരുപക്ഷെ MDയുടെ 2ാം ഊഴം ആദ്യം വായിച്ച് ആസ്വദിച്ചത് കലാകൗമുദി കൂടിയാണ്. അതേപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ സാമൂഹ്യമായി വരുന്ന ചില പ്രശ്നങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ ഓർമ്മിക്കും, ഒരു ഘട്ടത്തിൽ ചാലക്കമ്പോളം വെന്തി ചാമ്പലായി, ഇവിടെ ഒരു വർഗീയ കലാപം ആളിപ്പടർന്ന് ചായക്കടയിലെ മണിയമ്പിള്ള കരമനയുടെ ചായക്കടയിൽ വെന്ത് എരിഞ്ഞു. ഗവർണർ രാമേന്ദ്രൻ ഇവിടെ ഇറങ്ങാൻ കഴിയാതെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ പോയി ഇറങ്ങിയ ഒരു സംഭവമുണ്ട്. അത് സംഭവം നടന്നത് ഒരു ഡിസംബർ മാസം 30-ാം തീയതിയാണ്. 31-ാം തീയതിയോട് തീ കെട്ടടങ്ങിയില്ല. 1-ാം തീയതി ഇറങ്ങിയ കലാകൗമുദിയിൽ അതിനെക്കുറിച്ച് കടമ്പനിട്ടയുടെ ഒരു കവിതയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ദുരിതങ്ങളുടെ മഹാനഗരത്തിൽ ഞാൻ നിങ്ങൾക്കും നവത്സരമാശംസിക്കുന്നു, പിടയും പ്രാണവേദന കൊണ്ട് എരിയും തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നവവത്സരമാശംസിക്കുന്നു എന്ന് പറഞ്ഞ് മനോഹരമായി ആ സംഭവത്തെ വരച്ചു കാട്ടിയ, ആ സംഭവത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച കടമ്പനിട്ടയുടെ കവിത ഞാൻ ഓർക്കുന്നു ഇപ്പോഴും. അതേപോലെ തങ്കമണിയിലെ പോലീസ് നരനായാട്ടിനെ സംബന്ധിച്ച് ONV അന്ന് എഴുതിയ മനോഹരമായ കവിതയുടെ ആമുഖം ഇങ്ങനെയാണ്: അകല ഗ്രാമങ്ങളിൽ ചെറുകൂനകൾക്കുള്ളിൽ അപമാനിതയാം പഞ്ചാലി കരയുന്നു എന്ന രൂപത്തിൽ തുടങ്ങുന്ന മനോഹരമായ കവിത. അങ്ങനെ കാവ്യ ഭാവനകൾ ഒരു ഭാഗത്ത്, അത് സമകാലീന സാമൂഹ്യ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന തരത്തിലുള്ള കവിതയും, അതുപോലെ തന്നെ ലേഖനങ്ങളും, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും അവലോകനങ്ങളും ഫീച്ചറുകളും എല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു കലാകൗമുദി. അതുകൊണ്ടാണ് കലാകൗമുദിയെ അന്ന് വായിച്ച് ആ രൂപത്തിൽ തന്നെ എല്ലായ്പ്പോഴും ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കലാകൗമുദിയിൽ അന്ന് തൊട്ട് തന്നെ
ഒരുപക്ഷെ കാവ്യലോകത്തേക്ക് കാലൂന്നി കടന്നു വന്ന ഇന്ന് ദേശീയാടിസ്ഥാനത്തിലുള്ള ഉന്നത പുരസ്കാരങ്ങൾ അടക്കം കരസ്ഥമാക്കിയ കാവ്യകേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ പ്രഭാവർമ്മ ആദ്യം എഴുതി തുടങ്ങിയത് കലാകൗമുദിയിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങേയറ്റം അങ്ങയുടെ ഒരുപക്ഷെ കാവ്യലോകത്തേക്കുള്ള ആ കാൽവയ്പ് കലാകൗമുദിയുടെ കടന്നു വന്നപ്പോൾ അങ്ങ് കാവ്യകേരളത്തിൻ്റെ അഭിമാന താരമായി മാറാൻ അവസരമൊരുങ്ങുകയായിരുന്നു എന്ന കാര്യവും വിസ്മരിക്കുന്നില്ല. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത ഒരു ഭാഗത്തും മറുഭാഗത്ത് പ്രഭാവർമ്മയുടെ കവിതയും വരുമ്പോൾ ആ വീക്കിലിക്കുള്ള എത്രയോ വലിയൊരു പ്രാധാന്യം. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മലയാളത്തിൽ മുമ്പ് പല വീക്കിലുകളും ഞങ്ങൾ വാങ്ങി വായിക്കുമായിരുന്നു. ഭാഷാഭൂഷണി വായിക്കാറുണ്ട്, അതേപോലെ തന്നെ മാതൃഭൂമിയുടെ വീക്കിലി എടുക്കുമായിരുന്നു. കലാകൗമുദിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്ന ഒരു പ്രസിദ്ധീകരണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ 50-ാം വാർഷികാഘോഷ ചടങ്ങ് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. ഇപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ 4-ന്റെ വണ്ടിക്ക് പോകേണ്ടതായിരുന്നെങ്കിൽ പോലും അത് ക്യാൻസൽ ചെയ്ത് ഞാൻ വന്നത് ഈ കലാകൗമുദിയോടുള്ള ആ വലിയ താല്പര്യം കൊണ്ടാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഞാൻ മന്ത്രിയായിട്ടല്ല, ഒരു വായനക്കാരൻ എന്ന രൂപത്തിൽ മാത്രമാണ് വരുന്നത് രൂപിച്ചത്. അപ്പോൾ അത്രത്തോളം താല്പര്യം കലാകൗമുദിയോടുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷയെയും സംസ്കാരത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരുവപ്പെടുന്ന രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ പ്രസിദ്ധീകരണമാണ് കലാകൗമുദി എന്ന് അടിവരയിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ കലാകൗമുദിക്ക് ഇനിയും ബഹുദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ. ഭാവനാസമ്പന്നമായ എഴുത്തുകാർ, ഇപ്പോൾ ബഹുമാന്യനായ ജോർജ് ഓണക്കൂർ സാർ ഈ വേദിയിലുണ്ട്. ഗുരുക്കന്മാരുടെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ പ്രഭാവർമ്മ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ പുരസ്കാരങ്ങളെല്ലാം നേടി നമ്മുടെ മുമ്പിലെത്തുന്ന കാവ്യപ്രപഞ്ചം തീർക്കുന്ന ഇന്ന് അനുഗ്രഹീതനായ കവിയായി അദ്ദേഹം മാറിയിരിക്കുന്നു. അതുപോലെ വേദിയിലുള്ളവരെല്ലാം ഇതിനെക്കുറിച്ച് ആധികാരികമായി എല്ലാം സംസാരിക്കുന്ന മുൻ മന്ത്രി ബഹുമാനായ സി ദിവാകരൻ അടക്കമുള്ള ആളുകൾ വേദിയിലുണ്ട്, സ്വാമിജിയുണ്ട്, അതുപോലെ തന്നെ ഉസ്താദുണ്ട്. ഇവരെല്ലാം ചേർന്ന് കലാകൗമുദിയുടെ 50-ാം വാർഷിക ചടങ്ങ് ഏറ്റവും സമ്പന്നമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സന്ദർഭത്തിൽ അതിനോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. കലാകൗമുദിയുടെ എല്ലാ ഘട്ടങ്ങളിലെയും നിലപാടുകൾ, ഒരു മതനിരപേക്ഷമായ നിലപാടുകൾ, ഇപ്പോൾ ദൈവദശകമാണ് മനോഹരമായി ഇവിടെ ആലപിച്ചത്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം, ദൈവദശകം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവർക്ക് ആലപിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനാഗാനമാണ്. മതനിരപേക്ഷതയുടെ സന്ദേശം അതിലടങ്ങിയിരിക്കുന്നു. ആ സന്ദേശവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു എല്ലാ കാലഘട്ടത്തും ഈ കലാകൗമുദി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പൊങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സാംസ്കാരിക കേരളത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഈ വലിയ രൂപത്തിൽ ഒരു കാലഘട്ടത്തെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി എഴുത്തുകാരാകെ അണിനിരന്നിരുന്ന ആ വീക്കിലിയുടെ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള പ്രയാണം ഒരു ജൈത്രയാത്രയായിരുന്നു. അതിനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ദീർഘമായി പ്രസംഗിക്കാത്തൊരു വണ്ടിക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ കലാകൗമുദിയുടെ ഈ 50-ാം വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സന്ദർഭത്തിൽ വയലാർ രാമവർമ്മയുടെ മനോഹരമായ ഒരു കവിതയുടെ 4-5 ലൈൻ കൂടി പാടി അവസാനിപ്പിക്കുന്നു. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേവരെ. മരണം മരണം എന്നോർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നും ധർമ്മ ചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരി കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻ യജ്ഞമൊന്നാരംഭിച്ചു. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തി ചെല്ലുമ കർമ്മയോഗീന്ദ്രന്റെ മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം. വയലാർ രാമവർമ്മ ശ്രീനാരായണ ഗുരുസ്വാമികളെ കുറിച്ച് മനോഹരമായ കവിതയുടെ ആമുഖമാണ്. നന്ദി, നമസ്കാരം.